നിനക്കുള്ള പണി മൊത്തം ഞാൻ തരടാ, നീ എന്റെ കൂടെ കളിച്ച. ഇതിനു മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തരും. എനിക്ക് ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതുപോലെ ചതിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്തൊരാളെ നിങ്ങൾ ചതിക്കാതിരിക്കുകയുള്ളൂ. അതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ള എയിം. അതുകൊണ്ട് ഞാൻ ഇതിന് പിന്നോട്ട് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, റോബിൻ രാധാകൃഷ്ണന്റെ വീഡിയോ ഇന്നലെ ഞാൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഒന്നും രണ്ടും പേരൊന്നും അല്ല, ഒരുപാട് ആൾക്കാർ ഇനിയും രംഗത്ത് വരാൻ ചാൻസ് ഉണ്ടെന്ന്. ഇന്ന് പുതിയൊരു പ്രൊഫൈലിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് റോബിൻ പൈസ മേടിച്ചു, സമയത്തിന് തിരിച്ചു കൊടുത്തില്ല, ആസ് യൂഷ്വൽ തിങ് ആണ്. റോബിൻ്റെ കുറേ ഉടായിപ്പ് ന്യായങ്ങളും പിന്നെ അവസാനം ആ ഒരു പയ്യനെ തെറി വിളിക്കുന്നതുമായിട്ടൊക്കെയുള്ള വോയിസൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. ആദ്യമേ ഞാൻ ആ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇവിടെ സൈഡിൽ കാണിക്കാം. മുഹമ്മദ് ഷസാദ് എന്നാണ് ആ ഒരു പയ്യൻ്റെ പേര്. ചെച്ചു എന്നാണ് വിളിക്കുന്നത്. ഇത് ആരതിപ്പൊടിയുടെ ഫ്രണ്ടാണെന്നൊക്കെ ഇങ്ങനെ കിടന്ന് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഈ കാണുന്നത് റോബിനും അബിൽദേവുമാണ്. ഈ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാണ് അബിൽദേവ്. അബിൽദേവിൻ്റെ കയ്യിൽ നിന്നാണ് 10-45 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അത് കൊടുക്കാതെ പിന്നെ അയാളെ ഹണി ട്രാപ്പിൽ പെടുത്താനും അങ്ങനെയുള്ള പല ഉടായ്പകളും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സൈഡിൽ കാണുന്ന ചാറ്റ് നിങ്ങൾ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ പതുക്കെ വായിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും. ഇതിനകത്ത് ഇവൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയണ്ടേ, പറ്റിക്കുവാണ് കേട്ടോ. അതായത് ഇവൻ്റെ ആവശ്യങ്ങൾക്ക് പൈസ മേടിച്ചിട്ട് സമയമാവുമ്പം ചോദിക്കുമ്പം ഇവനത് റിട്ടേൺ കൊടുക്കത്തില്ല. അതിന് പകരം അവരെ വെല്ലുവിളിക്കുക, അവരെ തെറി വിളിക്കുക, ഇതൊക്കെയാണ് പണി. എന്നിട്ട് ഇല്ലാത്ത കുറേ കള്ളത്തരങ്ങളുമാണ് പറയുന്നത്. പൈസ കേന്ദ്രത്തിൽ നിന്ന് വരാനുണ്ട്, പൈസ മറ്റേ ഹവാല പൈസയാണ്, അത് റോഡ് വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം ഉടായിപ്പാണ് ഇവൻ പറയുന്നത്. ഈ ചാറ്റ് നിങ്ങൾ വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. എൻ്റെ ചെച്ചു, നീ എന്തോടെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എടേ, ഞാൻ ആക്ച്വലി നിന്നെ സത്യം പറയില്ല, ഞാൻ നിന്നെ കോൺടാക്ട് ചെയ്ത് പോലും നിന്നോടുള്ള ഒരു ബന്ധം കൊണ്ടാണ്. മനസ്സിലായില്ലേ? നീ ചെയ്തെന്ന ഹെൽപ്പ് തന്നെയാണ്. കണിക്കൊണ്ടമാർക്ക് ഫണ്ട് കൊടുത്തതാണ് ഞാൻ തിരിച്ചടിച്ചാണ്. അത് തിരിച്ചെന്നിട്ട് നിനക്കുള്ള പണി ഞാൻ തരടാ. നീ എന്താ വിളിച്ച് വിചാരിച്ചതിനെ പറ്റി തന്തയ്ക്ക് വരുത്താൻ ടച്ചവനെ. നിനക്കുള്ള പണി മൊത്തം ഞാൻ തരടാ. നീ എന്നോട് കളിച്ച. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോരുത്തർക്ക്. എനിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലാവരും ഞാൻ പണി കൊടുത്തത്. നീ അടുത്ത നീയാണ് ശരിക്കും തരടാ. പൈസ തിരിച്ച് ചോദിക്കുമ്പം അവൻ്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചോ? എനിക്കിട്ട് ആരൊക്കെ ഉണ്ടാക്കാൻ വന്നിട്ടുണ്ടോ അവന്മാർക്കെല്ലാം ഞാൻ തിരിച്ച് പണി കൊടുത്തിട്ടുണ്ട്. ഇതായിരിക്കും റോബിൻ്റെ ഒരു ശീലം. പക്ഷേ നീ എവിടെങ്കിലും ഒരു ദിവസം പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അതായത് നീ എനിക്കിട്ട് പണിയാനായിട്ട് നോക്കി, പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ള എൻ്റെ ഫ്രണ്ട്സിനിട്ട് പണിയാനായിട്ട് നോക്കി, അങ്ങനെ ഒരുപാട് പണി നീ കാണിച്ചു വെച്ചിട്ടുണ്ട്. അന്നെല്ലാം നിൻ്റെ ഉടായ്പകൾ ഞങ്ങൾ പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് പറയുന്ന സമയത്ത് ആരും വിശ്വസിച്ചിട്ടില്ല. അതായത് ഇവൻ്റെ കുറേ അന്ധമായിട്ടുള്ള ആരാധകർ ഇവനെ ചുമന്നുകൊണ്ട് നടക്കുമായിരുന്നു. ഇപ്പം കണക്കിന് കിട്ടിയപ്പോൾ സമാധാനമായല്ലേ? നീ ഈ പറയുന്ന ഫാൻസൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അവരൊക്കെ പറ്റിക്കുവാണ്. അവരോടൊന്നും യാതൊരുവിധ സ്നേഹമോ ഒരു കമ്മിറ്റ്മെൻറ്റും ഒന്നുമില്ല. ഇടയിൽ സ്വന്തം അമ്മയെടുത്ത് കാണിക്കുന്നില്ല. അമ്മ മരിച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി? അമ്മ മരിച്ചിട്ട് 41 പോലും കഴിഞ്ഞിട്ടില്ല. അതിന് മുന്നേ ഒരു കൊടിയും പൊക്കി പിടിച്ചുകൊണ്ട് അവിടെ കിടന്ന് അടിയുണ്ടാക്കാൻ പോകുന്നു. എന്തൊക്കെയാണ് കാണിക്കുക? അതായത് എവന് സോഷ്യൽ മീഡിയയിൽ അറ്റൻഷൻ കിട്ടണം. പണ്ട് തൊട്ടേ കാണിച്ചുകൊണ്ടിരുന്നൊരു പരിപാടി ഇങ്ങനെയാണ്. ഇന്ന് വേദലക്ഷ്മി വന്നിട്ടുണ്ട്. വേദലക്ഷ്മി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. യൂഷ്വലി ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ടിട്ട് ആൾക്കാരുടെ സമയം കളയാനും എന്റെ സമയം കളയാനും ഒക്കെ യൂഷ്വലി ചെയ്യാത്ത ഒരാളാണ്. ഇത് ഇങ്ങോട്ട് ചെയ്യേണ്ടി വന്നൊരു ആവശ്യകത പലരും ഇപ്പൊ ചോദിക്കുന്നുണ്ട്. നിയമപരമായിട്ട് പോവാതെ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കാര്യം ഒരാളെ ഇങ്ങനെ അപകീർത്തിപ്പെടുന്ന രീതിയിലൊക്കെ പറയുന്നുള്ളത്. മാർച്ച് 31 ഈ വർഷം മാർച്ച് 31 ഒരു കേസ് ഫയൽ ചെയ്ത ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞത് FIR-ലോട്ട് എത്തുമ്പോഴത്തേക്കും കരഞ്ഞ് കാല് പിടിച്ച് FIR മാറ്റിച്ച് എന്റെ അടുത്ത് മാപ്പ് അപേക്ഷിച്ചിട്ട് വീണ്ടും പൈസ തരാന്ന് പറഞ്ഞ് പിന്നെയും പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെക്കെതിരെയാണ് പിന്നെ എനിക്കെതിരെ സൈബർ പ്രൊട്ടക്ഷൻ കൊടുത്തതിന്റെ പേരിൽ ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്ന രീതിയിൽ പ്രതികരിക്കേണ്ടി വരുന്നത്. ഈ ഒരു സംഭവം ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ഇന്നലെ പറഞ്ഞതാണ്. ഇവൻ്റെ പേരിൽ നേരത്തെ കേസ് കൊടുത്തതാണ്. എന്നിട്ട് ഇവൻ കരഞ്ഞ് കാല് പിടിച്ചതിൻ്റെ പേരിലാണ് ആ ഒരു കേസ് പിന്നെ ഫോളോ അപ്പ് ചെയ്യാഞ്ഞത്. പോട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് പോട്ട് എന്നുള്ള രീതിയിൽ കരുതിയത്. പക്ഷേ എന്നിട്ടും പിന്നെ ഇവൻ മുടയാണ്. ഇപ്പം പച്ചത്തെറിയായിരുന്നു വേദലക്ഷ്മി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ആ വോയിസ് ഒന്നും പുറത്ത് വിട്ടിട്ടില്ല. പക്ഷേ ഇങ്ങനെ പോയാൽ എനിക്ക് തോന്നുന്നു താമസിക്കാതെ അവരെല്ലായിടത്തും വെളിയിൽ വിടുമെന്ന്. കാര്യം ഇവ അമ്മാരി പരിപാടിയുടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും പൈസ ഇവൻ എന്ത് ചെയ്ത്? ഇവൻ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതാണോ? അത് ഇവൻ വേറെ വല്ല പരിപാടിയുണ്ടോ? എനിക്ക് പിടി കിട്ടുന്നില്ല. ഒരു മനുഷ്യൻ ജീവിക്കാൻ എത്രയും കാശ് വേണോടെ? എനിക്കറിയാം എത്ര ലക്ഷം രൂപയാണ് പല ആൾക്കാരിൽ നിന്ന് മേടിച്ചിരിക്കുന്നത്. എത്രയോ ആൾക്കാരെ ഇതേ സെയിം ഫോർമാറ്റിൽ പറ്റിച്ചിട്ട് ആ ഒരു കോൺഫിഡൻസിലായിരിക്കും റോബിൻ രാധാകൃഷ്ണൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ റോബിൻ ഒരു കാര്യം ഓർത്തു, എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും ഞങ്ങള് പുറത്തോട്ട് വന്ന് ഈ കാര്യം പറഞ്ഞത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഈ കാര്യങ്ങൾ കൊണ്ടല്ല, എന്തെങ്കിലും ഭാവി കരിയർ തകർക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ചെയ്യുന്ന ഈ മോഡ് ഓഫ് ഓപ്പറേഷൻ, ഇതുപോലെ ചതിക്കുന്ന ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ അത് പുറത്തോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ അടുത്തൊരാളെ നിങ്ങൾ ചതിക്കാതിരിക്കുകയുള്ളൂ. അതാണ് എന്റെ പ്രൈമറി. എനിക്ക് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായി. കാര്യം ഇത്രയും പൈസയുടെ അലിഗേഷൻ വന്ന സ്ഥിതിക്ക് ഇനി ബുദ്ധിയും ബോധമുള്ളവരാരും ഇവനെ കൊണ്ടുവന്ന് കാശ് കൊടുക്കത്തില്ല. കൊടുത്തു കഴിഞ്ഞാൽ നീയൊക്കെ പെടത്തേ ഉള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഒന്നും പറയാനില്ല. കാശ് കിട്ടാനേ പോകുന്നില്ല.
ആയിട്ടുള്ള എയിം, അതുകൊണ്ട് ഞാനിതൊന്നും പിന്നോട്ട് പോകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ അമ്മ മരിച്ചൊരു സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കാനായിട്ട് എങ്ങനെ എനിക്ക് സാധിക്കും? എനിക്ക് കണ്ണിച്ചോരയില്ലേ, മനസാക്ഷിയില്ലെന്ന്. കണ്ണിച്ചോരയും മനസാക്ഷിയും കുറച്ച് കൂടിപ്പോയതാണ് ഞാനിപ്പോ അനുഭവിക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. ഈ പറയുന്ന അബിലിന്റെ ഒക്കെ അമ്മ കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഫണ്ട് ഇപ്പൊ കൊടുക്കാൻ ഒരാള് ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അബിലിന്റെ ആരോ മരിച്ചത് കൊണ്ടാണ് അബില് പൈസ കൊടുക്കാഞ്ഞതെന്നും അതുകൊണ്ട് ആ ആൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കാണിച്ചിരിക്കുന്ന കണ്ടു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, അബിലിന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റൽ ഡെത്ത് ആയിരുന്നു ഉണ്ടായിരുന്നേ. ആള് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ബാക്ക് ടു ബാക്ക് വിളിച്ച് ഇത് ചെയ്തോണ്ടേ ഇരുന്നപ്പോ, ശല്യം ചെയ്തോണ്ടേ ഇരുന്നപ്പോഴത്തേക്കും ഞാനായിരുന്നു ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്, ഒന്ന് വെയിറ്റ് ചെയ്യൂ, അത്രയും ക്രിട്ടിക്കൽ ആണ് എന്നുള്ള മെസ്സേജ് ഞാനതിപ്പോ ഇവിടെ ഇട്ടേക്കാം. ആ മെസ്സേജസ് ഒക്കെ അപ്രകാരം. അപ്പോ റോബിന് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് വെച്ചാൽ, അയ്യോ അങ്ങോട്ട് വരട്ടെ ആന്റിയെ കാണാൻ. ആലോചിക്കേ, ഒരാൾ മരിക്കാൻ കിടക്കുമ്പം പോലും അവന് പൈസ കടം ചോദിക്കാനാണ് താല്പര്യം. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും യവനെന്ന് പറയുന്ന ഒരാൾ റിയൽ ക്യാരക്ടർ എന്താണെന്ന്. ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ? അതെങ്ങനെയാ? സ്വന്തം അമ്മ മരിച്ചിട്ട് ഇത്രയും നാളായിട്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കുന്നുണ്ടല്ലേ? സ്വന്തം അമ്മയോടില്ല ഇത്രയും സ്നേഹം, അപ്പോൾ പിന്നെ നാട്ടുകാരുടെ അമ്മയോടെ കാണുമോ? ഒരിക്കലും ഉണ്ടാവത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇവരെ പോലെയുള്ള ആൾക്കാരാണ് മണ്ടന്മാരെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരാൾക്ക് കാശ് കൊടുക്കുന്നതിന് മുന്നേ അയാൾക്കത് തിരിച്ച് തരാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണം. ഇല്ലാത്ത പക്ഷം ഇവനൊന്നും കാശ് കൊടുക്കാനായിട്ട് നിൽക്കരുത്. ഈ ഉണ്ടാക്കിയ കാശൊക്കെ റോബിൻ എവിടെ കൊണ്ട് കളഞ്ഞെന്നറിയാൻ വയ്യ. ഉള്ള കാര്യം പറയാമല്ലോ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കാശൊക്കെ എന്ത് ചെയ്യും? വേണ്ടിട്ട് അങ്ങോട്ട് വരട്ടെ. ഞാൻ പറഞ്ഞു അങ്ങനത്തെ ഇതിലല്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കൂ, നിങ്ങൾ പൈസ ചോദിച്ച് വിളിച്ചോണ്ടിരിക്കുന്നത്, പൈസ എന്തിനാ കടം ചോദിച്ച് വിളിക്കുന്നത്? ഞങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലുമല്ല, പൈസ തിരിച്ചു കൊടുക്കാനുള്ള പൈസ കിട്ടാനുള്ള പൈസക്ക് വിളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെ ഹോസ്പിറ്റലാണെന്നോ അതിന്റെ ഒരു ക്ഷമ കാണിക്കണോ എന്നുള്ളത് പുള്ളിക്കില്ല. ഓക്കെ ഫൈൻ, അത് കഴിഞ്ഞു. ആ മരിച്ച അമ്മയെ കുറിച്ചാണ്, ആന്റിയെ കുറിച്ചാണ് ഈ അടുത്ത് സ്വന്തം മാതാവ് മരണപ്പെട്ട മാതാവിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും മാതാവിന്റെ വിയോഗത്തിൽ ഒത്തിരി ദുഃഖിക്കുകയും ചെയ്യുന്നു എന്ന് അവകാശപ്പെടുന്ന റോബിൻ രാധാകൃഷ്ണൻ ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. ആ അബിലിന്റെ അമ്മ മരിച്ച പറയുന്ന കേട്ടല്ലോ. അതായത് ഇവനെ ആരാധിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും മനസ്സിലാക്കിക്കോ, ഇവന് സ്വന്തം അമ്മയോടോ അല്ലെങ്കിൽ ഈ പറയുന്ന വേറെ ഒരമ്മമാരോടോ ഒരു സ്നേഹവും ഇല്ല. നിങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ അന്ന് തൊട്ടേ ഞങ്ങളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം, നിങ്ങളൊക്കെ മണ്ടന്മാരാവുകയാണ്. വെറുതെ പോയിട്ട് ഇവൻ്റെ ഒന്നും പുറകെ പോയി നിങ്ങളുടെ സമയം കളയരുത് എന്ന് ഞാൻ പല ആൾക്കാരോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്ന് നമ്മുടെ പറയുന്നത് ഇവരാരും കേട്ടിട്ടില്ല. അന്ന് നമ്മൾ ഇവൻ്റെ കൂടെ നിന്ന് ഇവനിട്ട് പണിയുക എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിൻ്റെ റിയാലിറ്റി ഇങ്ങനെയാണ്. ഇപ്പോൾ അവൻ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ കിടന്ന് പോസ്റ്റ് ഇടുന്നല്ലോ, എൻ്റെ അമ്മ അതാണ് ഇതാണെന്നൊക്കെ കിടന്ന് പറയുന്നുണ്ടല്ലോ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ പൈസ കൊടുത്ത് സഹായിച്ചു, അതായത് ഇവൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞ സമയത്ത് മരുന്ന് മേടിക്കാൻ പൈസ ഇല്ലായിരുന്നു. ഈ അബിലെന്ന് പറയുന്ന പുള്ളിയായിരുന്നു കാശ് കൊടുത്തത്. ആ വ്യക്തിയുടെ അമ്മയ്ക്ക് തന്നെ വിളിച്ചുകൊണ്ട് ഇവൻ സോഷ്യൽ മീഡിയ വഴി ഇവൻ ഒരു വോയിസ് എടുത്ത് പുറത്തിട്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവൻ ഇനി സോഷ്യൽ മീഡിയ വഴി പുറത്ത് ഇട്ടത് പോട്ട് പേഴ്സണലി വിളിച്ചിരിക്കുന്നത്. ഇവനെന്ത് നാണമുണ്ടടേ? ഇവനൊക്കെ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ കൂട്ടാൻ പറ്റുമോ? ഇവനെ എതിരെ എന്തെങ്കിലും പണ്ട് തൊട്ടേ ഇങ്ങനെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പല പല പരിപാടികൾ പ്ലാൻ ചെയ്യുക. ഇവൻ്റെ കുറേ ആർമികളായിട്ടുള്ള കുറേ വായി നോക്കികൾ ഇപ്പോഴും ഉണ്ട്, കുറേ ഗ്രൂപ്പിനകത്തൊക്കെ ഇപ്പോഴും കയറിയിരിപ്പുണ്ട്. അതായത് റോബിൻ ഫാൻസ് ആർമി എന്നും പറഞ്ഞ് അതിനകത്ത് വഴി നമുക്ക് വന്ന കമൻറ്റുകൾ ഇടുക, നമ്മളെ പറ്റിയിട്ട് അപവാദം പറഞ്ഞുണ്ടാക്കുക. ഇതാണ് ഇവരുടെ മെയിൻ പരിപാടി. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു പണ്ട് തൊട്ടേ, ഞങ്ങളെല്ലാവരും മാറി. കൂടെ നിന്ന് എല്ലാവർക്കും പണി കിട്ടി. പോലീസ് കേസുകളായി, പ്രശ്നങ്ങളായി, എല്ലാവർക്കും. ആരൊക്കെ ഇവന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുണ്ടോ അവർക്കെല്ലാവർക്കും പണി കിട്ടിയിട്ടുണ്ട്. കിട്ടാത്ത ഒരു മനുഷ്യരും ഇല്ല. പക്ഷേ ഇപ്പോഴും സ്റ്റിൽ ഒരു ഗ്രൂപ്പ് ഈ പറയുന്ന റോബിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ട് അവന് വേണ്ടി കിടന്ന് പണിയെടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോയി കമൻ്റ് ഇടുക, യൂട്യൂബിൽ പോയി കമൻ്റ് ഇടുക, ഇതൊക്കെയാണ് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ അവസാനം പറഞ്ഞത് ഫാൻസുകാരെങ്ങാണ്ട് പൈസ ഇവിടുന്നോ പലിശയ്ക്ക് എടുത്ത് പിരിച്ചു കൊടുത്തു, എന്നിട്ട് ആ പൈസ പോലും റിട്ടേൺ കൊടുക്കുന്നില്ല എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ആ മരിച്ചുപോയ അമ്മയെ കുറിച്ച് ഈ ഒരു സൗണ്ട് ക്ലിപ്പ് പറയുന്നത്. അപ്പോ ഒന്ന് കേട്ടു നോക്കൂ. അപ്പോ ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കും എന്തിന്റെ ബേസിസിലാണ് ആൾക്ക് അമ്മ മരിച്ചു എന്നുള്ളൊരു കൺസിഡറേഷൻ, പിന്നെ അമ്മ മരിച്ച് 41 തികയുന്ന സമയം വരെ ഒരു രീതിയിലും ഒരു കാര്യത്തിലും ഇറങ്ങിയിട്ട് ആളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അല്ലെങ്കിൽ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നോ ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ അതിന്റെ ഇടയ്ക്കാണ് മരിച്ചിട്ടൊരു 1-2 ആഴ്ച കഴിഞ്ഞിട്ടുള്ള സമയത്തിന്റെ ഇടയ്ക്കാണ് ആളിറങ്ങി സൈബർ കൊട്ടേഷൻ കൊടുത്ത് ഇതിപ്പോ വേറൊരു നറേറ്റീവ് ആക്കണം,
പൈസ തിരിച്ചു തരണം എന്നുള്ളൊരു കാര്യം ഇതിലോട്ട് എത്തിക്കാതെ വേറൊരു നെറേറ്റീവ് ആക്കണം. ഇന്നലെ കണക്കിന് പേപ്പറുമായിട്ട് വന്നില്ലേ, എടുത്ത് വെക്ക്, എന്താ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്, എടുത്ത് അതും കൂടെ എടുത്ത് പബ്ലിഷ് ചെയ്യുക. പൈസ വാങ്ങിച്ചതും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ എല്ലാം അക്കൗണ്ട് ത്രൂ ആണ്, അതെല്ലാം അക്കൗണ്ട് ത്രൂ ഉള്ളതും കൂടെ കാണിച്ചു കൊടുക്ക്. എന്താണ് ഇങ്ങനെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? what are you trying to prove? പറ്റിക്കുന്നതിനും മണ്ടന്മാരാക്കുന്നതിനും ഒരു പരിധിയുണ്ട്. 1-2 ആൾക്കാരല്ല, കുറച്ച് നാളുകളല്ല. സത്യം, ഇത് 1-2 ആൾക്കാരല്ല ഈ ഒരു ചതിക്കുഴിയിൽ ചെന്ന് പെട്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട്. സ്റ്റിൽ ആരും ഇത് തുറന്ന് പറയുന്നില്ല. എനിക്കറിയാം ആരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ട് എടുത്തുനിന്ന്. ഞങ്ങൾക്കൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഗോകുലം ഗോപാലിൻ്റെ കയ്യിൽ നിന്ന് 70 ലക്ഷം രൂപ മേടിച്ചു എന്ന് പറയുന്നത്. ഈ ഗോകുലം ഗോപാലിനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ പേരിൽ ഇത്രയും പൈസയൊക്കെ കൊടുത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറയുന്നത്. എന്തായാലും വരട്ടെ, ഇവരെല്ലാവരും തന്നെ ഇവരുടെ കയ്യിൽ ഒരുപാട് പ്രൂഫുകളുണ്ട്. ഇവരായിട്ട് തന്നെ എല്ലാം പബ്ലിക്കിൽ ഇട്ടോളും, എല്ലാം മെയിൻ സ്ട്രീം ചാനലിൽ വന്നോളും. അന്നേരം നമുക്കിരുന്ന് കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനായിട്ട് ഇനി ഇവൻ്റെ ഒരു സാധനങ്ങളും കൊണ്ടുവന്ന് ഇടാൻ പോകുന്നില്ല. കാര്യം അന്നേ ഞാൻ മടുത്തതാണ്. ഇനി ഇതൊരു കോണ്ടന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്തിട്ട് പോകുന്നതേ ഉള്ളൂ. കാര്യം എന്നെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് അന്ന് തൊട്ടേ അറിയാമായിരുന്നു. കാര്യം എപ്പോഴും ഒരുത്തനെ ഇങ്ങനെ എന്താ പറയണ്ടേ, ആരും തലേ ചുമന്നുകൊണ്ട് നടക്കത്തില്ല. കള്ളത്തരങ്ങൾ എപ്പോഴായാലും പിടിക്കപ്പെടുമെന്ന് വളരെ വ്യക്തമായിട്ട് എനിക്കറിയാമായിരുന്നു. എന്തായാലും സമയമായപ്പോഴത്തേക്ക് പുറത്തു വരുന്ന കണ്ടോ. ഇത്രയും വർഷം കൊണ്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. പൈസ തിരിച്ചു തരണം, അത് എല്ലാവർക്കും തിരിച്ചു കൊടുക്കണം. അല്ലാതെ നാടകം കളിച്ചിട്ടോ, ഇനിയിപ്പോ അടുത്ത നാടകം പോലെ ഇനി കാണാൻ പോകുന്നത്, ഞാൻ ഒരു എന്താ പറയണ്ടേ, എനിക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാന്ന്. ആളൊരു ആത്മഹത്യാ ഭീഷണി മുഴക്കിയേക്കാം, അല്ലെങ്കിൽ ആൾക്ക് നെഞ്ചുവേദന വന്നു, അല്ലെങ്കിൽ ആളുടെ തൊട്ടടുത്തുള്ള പാരന്റ്സോ സിബ്ലിങ്ങോ വൈഫോ അങ്ങനെ ആർക്കെങ്കിലും വയ്യാതായി എന്നുള്ളൊരിത്, ഒരു പൊറോട്ട നാടകം പണ്ട് ഇത് ചെയ്തിട്ടുണ്ട്. പണ്ട് ഇതുപോലെ എന്തോ രക്തശ്രദ്ധിക്കുന്ന പോലെ ഒരു വീഡിയോ, അത് ഫേക്കാണെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു നാണം എന്ന് പറഞ്ഞ സാധനം, നാണക്കേട് എന്ന് പറഞ്ഞ സാധനം അടുത്തൂടെ പോയിട്ടില്ലാത്തത് അറിയാം. അതൊക്കെ ഞങ്ങളായിരുന്നു കൈയോടെ പോക്കിയിട്ടുണ്ടായിരുന്നത്, നമ്മളായിരുന്നു അത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അതായത് നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ഒരു സർദിൽ നാടകമായിട്ട് വന്ന് അന്നേ ഈ കള്ളത്തരങ്ങൾ ആരും മനസ്സിലാക്കിയിട്ടില്ല. അന്ന് നമ്മൾ പറയുമ്പോഴത്തേക്കൊക്കെ ആൾക്കാരെ നേരെ വേറെ രീതിയിലായിരുന്നു അത് ചിത്രീകരിക്കുന്നത്. ഇവൻ ടോട്ടലി ഫേക്ക് ആണെന്നുള്ളൊരു കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കിയോ. ഈ ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നൊരു വ്യക്തിയല്ല റോബിൻ എന്ന് പറയുന്നത്. റോബിനൊരു റിയൽ ഫേസ് ഉണ്ട്. റോബിൻ പല മാർഗവും ജയിക്കാൻ വേണ്ടി കാണിക്കും. ഇപ്പം ഇതിനെല്ലാ രീതിയിലും പല രീതിയിലും റോബിൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോഴേ അടുത്ത പ്ലാൻ കണ്ടുകൊണ്ടിരിക്കുമായിരിക്കും. നിങ്ങൾ നോക്കിക്കോ, ഈ 2 ദിവസത്തിനകത്ത് റോബിൻ വേറെ എന്തെങ്കിലും പരിപാടികൾ റോബിനായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരെ മനസ്സ് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. ചില ആൾക്കാരെ അതിനകത്ത് നിന്ന് വീഴുകയും ചെയ്യും. പക്ഷെ പ്ലീസ് ഡോണ്ട് ഡു ഇറ്റ്. ഞങ്ങൾക്കൊക്കെ വേറെ കാര്യങ്ങളുണ്ട്. ഇയാളുടെ പുറകെ നടന്ന് തന്റെ ഇതും വിളിച്ച് പറഞ്ഞ് നടക്കേണ്ട കാര്യം എനിക്ക് പേഴ്സണലി തീരെയില്ല, ഒട്ടുമില്ല. ഇഫ് യു ആർ മേക്കിംഗ് മീ ഡു ദിസ്, ദാറ്റ്സ് ജസ്റ്റ് ബിക്കോസ് യു ആർ എ കോൺ മാൻ, ഒരു സ്കാമർ. അത് പറ്റിക്കുന്ന ഒരു പരിപാടി നിങ്ങൾ നിർത്തിക്കണം എന്നുള്ളത് എന്റെ കൂടെ ആവശ്യമായി പോയി. കാരണം നിരപരാധികളായിട്ടുള്ള ഒത്തിരി പേര് എന്തുമാത്രം ഇപ്പൊ പറഞ്ഞ ഒരാൾ തന്നെ ആളുടെ സേവിങ്സിൽ നിന്ന് ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് സേവ് ചെയ്ത് വെച്ച പൈസയാണ് നിങ്ങളുടെ അച്ഛനും അമ്മയും അങ്ങോട്ട് ഹോസ്പിറ്റലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും എടുത്തു തന്നെ. അത് പൊടിയുടെ ഫ്രണ്ടുമാണ്. അങ്ങനെ വന്ന ഒരു ബന്ധം, ദുബായിലുള്ള ഒരു പയ്യൻ. അപ്പോ എന്താണ് ഇതിനൊക്കെ ഒരു മിനിമം കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും. ഇത് എന്താ, നിങ്ങളെ വ്യക്തിഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ നശിപ്പിക്കാനോ, എനിക്കെന്തോ കൊട്ടേഷൻ എടുത്തിട്ട് വല്ലതും ഇതാക്കാനുണ്ടോ? അതിന് തകർക്കാനായിട്ട് നിങ്ങൾ ആരാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഓക്കെ, റീപേയ്മെന്റ് ചെയ്ത് ഇതൊന്ന് ക്ലിയർ ഓഫ് ചെയ്യൂ പ്ലീസ്. ഇത്രയുള്ള സംഭവം. ഇവൻ്റെ അമ്മ ഹോസ്പിറ്റലാണെന്നും പറഞ്ഞിട്ട് ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയിൽ നിന്ന് എടുത്തിട്ടാണ് ആ ഒരു പയ്യൻ കൊടുത്തത്. ഇപ്പം ആ ഒരു പയ്യനെ തെറി വിളിക്കുന്ന വോയിസാണ് അവൻ പുറത്തു വിട്ടിരിക്കുന്നത്. നാളുകളുടെ എത്ര പേരാണ് ഇവിടെ വഞ്ചിക്കപ്പെട്ടത്. ഇഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ കാശൊക്കെ ഈ രീതി പോകാമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിക്കുക. അതും അത്ര ട്രസ്റ്റ് ചെയ്തിട്ടായിരിക്കും കൊടുത്തത്. എന്നിട്ട് അവരെയൊക്കെ കബളിപ്പിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. ഇനി ഇതിനെന്ത് ന്യായീകരണം ഇവൻ മന്ദിനി പറയാൻ പോകുന്നത്? ഇവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊരു ഡോക്ടറല്ലേ? ഇവൻ എന്തെങ്കിലും വല്ല ജോലിക്ക് പൊക്കൂടെ? ഇവൻ എന്തുകൊണ്ടാണ് പോകാത്തത്? അതിനൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. എന്തായാലും ഇന്ന് രാവിലെ തൊട്ടേ അനന്തു സുൽജിത്തിൻ്റെയൊക്കെ ഇൻസ്റ്റഗ്രാമിനകത്ത് ഇവൻ്റെ സർട്ടിഫിക്കറ്റിനെ ചുറ്റിപ്പറ്റിയിട്ട് സംസാരവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ജി ഹോസ്പിറ്റലിൽ നടന്നതിനെ പറ്റിയിട്ട് എല്ലാ കാര്യങ്ങളും അവർ പുറത്തുവിടാൻ പോകുന്നൊക്കെ കിടന്ന് പറയുന്നുണ്ട്. അതായത് കണ്ടറിയാം എന്തായിരിക്കുമെന്ന്. പണ്ട് നമ്മൾ വന്ന് പറയുമ്പോഴല്ലായിരുന്നോ എല്ലാ എണ്ണത്തിനും നമ്മളെ പുച്ഛം, നമ്മളെ എന്തുണ്ടെന്ന് തപ്പിയിട്ട് നമ്മളെ പറ്റിയിട്ട് വന്നിരുന്ന അനാവശ്യം പറച്ചിൽ പണ്ട് അങ്ങനെയായിരുന്നു. അതായത് വേറെ എന്തോ ആയിക്കോട്ടെ, നമ്മളെയൊക്കെ പറ്റി വേണമെങ്കിൽ വന്ന് പറഞ്ഞു. പക്ഷേ യവനെ ദൈവത്തെ ഓർത്ത് ഒരു വിഷയങ്ങളിലും പിടിച്ച് കമ്പയർ ചെയ്യരുത് ആരുമായിട്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് വെറും ഫേക്കാണ്. സമൂഹത്തിനെ വന്നിരുന്ന് പറ്റിക്കുവാണ്, പല അടവുകൾ കാണിച്ച്. എത്ര പേരുടെ ലൈഫാണ് അവൻ വെച്ച് കളിച്ചിരിക്കുന്നത്.
എത്ര ലക്ഷം രൂപയുടെ സ്കാമാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിയമപരമായിട്ട് തന്നെ പോകണം. ഇനി ഒരു മനുഷ്യരും പറ്റിക്കപ്പെടരുത്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.